അപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും ചർച്ചപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് താനൂരിൽ നിന്ന് വന്നതാണ്. നമ്മുടെ നാട്ടിൽ മെസ്സി വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ മെസ്സി എങ്ങാനും വന്നിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഓക്കെ, എന്താ ഈ മെസ്സിക്ക് പറ്റിയത്? അല്ല, അത് മാത്രമല്ല ഈ നമ്മുടെ അറിഞ്ഞിട്ടില്ല, ഉറപ്പാണ് മെസ്സി അറിഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ പുറകിൽ ഇടപാടുകൾ ചെറുതുമല്ല, അതിന് വരാൻ പോകുന്നുണ്ട്. പുറകിൽ നടന്ന ഇടപാടുകൾ വരാൻ പോകുന്നു. ഇപ്പൊ മറ്റേ പോലീസിനെതിരെ SIT, മറ്റേ ഗൺമാനെതിരെ SIT വന്നതുപോലെ ഒരു SITക്കുള്ള പല വകുപ്പുണ്ട്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാലേ, നമ്മൾ ഈ മെസ്സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കാണുന്നൊരു കോലുള്ള പോലെ ആക്കി കളഞ്ഞു. ഇന്നലെയും കൂടെ ഞാൻ വിളിച്ചു മെസ്സി എന്നൊക്കെ ആൾക്കാർ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മെസ്സി, ഞാൻ വിചാരിച്ചു മെസ്സിയൊക്കെ നമ്മൾ അല്ല മെസ്സി വന്നില്ലെങ്കിൽ ഒരിടത്തും അതിലേക്ക് നമ്മൾ അല്ല. ഈ മാത്രമല്ല ഇതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, സംസ്ഥാനത്തെ കായിക വകുപ്പ് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. കാര്യം ഒരു മെസ്സിയെ പോലെ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയറിന്റെ പേരിൽ, അത് ലോകം ആരാധിക്കുന്ന ഒരു പ്ലെയറുടെ പേരിൽ ഇവിടെ വിവാദം ഉണ്ടാക്കുക. അതേ അറിഞ്ഞിട്ടില്ല. അതേ അവിടെ നിന്ന് അർജന്റീനയിൽ അദ്ദേഹം പലതും അറിഞ്ഞിരുന്നത്. ഇവിടുത്തെ ടി വിയിലൊക്കെ എഴുതി കാണിക്കുന്ന കണ്ടാൽ ജീവിതത്തിൽ ഇന്ത്യ കിടക്കത്തില്ലായിരുന്നു. അപ്പോൾ ഒക്കെ അങ്ങനെ അത് താനൂർ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രതിഫലിച്ചു? തീർച്ചയായിട്ടും താനൂരിലും തിരൂരിലും പ്രത്യേകിച്ച് നിങ്ങളുടെ അവിടെയൊക്കെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ആണ് ഞങ്ങൾ പറയാറുള്ളത്. സാധാരണ അവിടെ നമ്മുടെ ഈ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ചെന്നാൽ അവിടെ 2 മെസ്സി 2 റൊണാൾഡോ ഉണ്ടാവുന്നു. ആ ജേഴ്സി ഇട്ട കുട്ടികൾ പോലും വരിക, 2 കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുക. അത്രയും കളിയെ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്കും യഥാർത്ഥത്തിൽ മെസ്സി പോലും അറിയാതെ മെസ്സിയെ കൊണ്ടുവരാന്ന് പറഞ്ഞ വഞ്ചനയാണ് ശരിക്കും ആ ജനറേഷനോട് അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചത്. അത് യഥാർത്ഥത്തിൽ ചതിയായിരുന്നു. ഫിറോസ്, ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ, ഈ അർജന്റീൻ ഫുട്ബോൾ ക്ലബ്ബ് അറിഞ്ഞിട്ടുണ്ട്. കാര്യം എന്താ, ഇവർ MOU ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യമാണ്, നമ്മളെ വിശ്വാസമല്ല. കാരണം എന്താ അറിയോ, ഇത് പറഞ്ഞ അവർക്ക് വേണ്ടി ഞാൻ താങ്കളെ കാരണം അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്ന് കൃത്യമായ ബോധ്യമുള്ളതെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ വിശ്വാസമാണ്, ഞാൻ നടന്നിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ രേഖകളൊന്ന് പുറത്തുവിടണ്ടേ? എത്ര കോടിയാ? അല്ല, ഡൽഹി കോടതിയിൽ ഇവർ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഹാജരാക്കിയിട്ടുണ്ട്. അതിന്റെ അത് സംഭവമൊക്കെ പുറത്ത് കിട്ടും. താങ്കൾക്ക് ഒരു വീരവാദം നോക്കുമ്പോൾ ഇതേ സമയത്ത് തെലങ്കാനയിൽ വന്നു മെസ്സി, വന്നു ഇന്ത്യയിൽ വന്നു, തെലങ്കാനയിൽ വന്നു. അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം പന്ത് തട്ടി ജനങ്ങൾ കണ്ടു. മാത്രമല്ല മെസ്സി പോകുന്ന വഴിക്ക് താനൂര് വന്ന് ഇറങ്ങിക്കൂടെ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ലായിരുന്നു. അല്ല, ഇറങ്ങാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അതെ, മാത്രമല്ല എനിക്കൊന്ന് താങ്കള് മെസ്സിയുടെ ഒരു പടം വെച്ച് ഇതാണ് എൻ്റെ കരിയറിന്റെ ഐശ്വര്യം, വിജയത്തിന്റെ രഹസ്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ മെസ്സി കാര്യത്തിൽ ഞാൻ ഈ കായിക വകുപ്പിനെ മാത്രമേ കുറ്റപ്പെടുത്തൂ. കാര്യം കായിക വകുപ്പിന് നമ്മൾ എത്ര കോടിയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കായിക വകുപ്പിന് ഒന്നും പറയാനില്ല. ഇപ്പോൾ ഇനിയിപ്പോൾ ഭരണം നിങ്ങളിലാണല്ലോ, കടലാസൊക്കെ പൊക്കി നോക്കാം. നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. മെസ്സി വരുന്നില്ല എന്നുള്ളതല്ല, അതിന് പിറകിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട കേരളത്തിലെ കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുഴുവൻ റദ്ദ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. കായിക മന്ത്രിയുടെ നിയോജക മണ്ഡലത്തിൽ പോലും കായിക വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെന്റ്സ് നടന്നിട്ടില്ല. അപ്പോൾ അത്തരം ചർച്ചകളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ, അത് റദ്ദ് ചെയ്യപ്പെടാൻ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അത് റദ്ദ് ചെയ്യപ്പെടാന്ന് പറയുന്നത് കപടതയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തുറന്നു കാണിക്കാൻ ഒരവസരം ഉണ്ടായി. ഇനിയിപ്പോൾ മെസ്സി വന്നോ വന്നില്ലെന്ന് രണ്ടാമത്, മെസ്സി വന്നുകൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ഫുട്ബോൾ പ്രവർത്തനങ്ങൾക്ക്, അതിൻ്റെ ആക്ടിവിറ്റികൾക്ക് എന്തെങ്കിലും ഭയങ്കരമായ ബൂമിംഗ് ഉണ്ടാവുന്നില്ല. കുട്ടികൾക്ക് ആവേശം ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും ഒരു ആവേശം ഉണ്ടാവും. പക്ഷേ അതിനനുസരിച്ച് അടിസ്ഥാനപരമായ സൗകര്യം എന്ത് നമ്മുടെ നാട്ടിലുണ്ട്? മെസ്സി കളിക്കാൻ ഒരു സ്റ്റേഡിയം പോലും ഇല്ല എന്ന് മലയാളി തിരിച്ചറിഞ്ഞത് മെസ്സി വരാമെന്ന് പറഞ്ഞപ്പോഴാണ്. മെസ്സി കളിക്കാൻ പറ്റിയ ഇന്റർനാഷണൽ മത്സരം നടത്താൻ പറ്റിയ ഒരു സ്റ്റേഡിയം പോലാത്തൊരു നാടാണ് കേരളമെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റി എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഫയലുകൾ തിരഞ്ഞു പോകണം. നേരത്തെ ഫിറോസ് പറഞ്ഞ പോലെ എല്ലാ ഫയലുകളും തിരഞ്ഞു പോകണം. അതിപ്പോൾ നമ്മൾ മലയാള സിനിമയിൽ കരിമ്പ് മേടിക്കാൻ പോയൊരു കഥ പറയാറുണ്ടല്ലോ, എന്നുപോലെ മെസ്സി എത്തിയതുമില്ല എന്നാൽ എത്ര ഇതിന് ചിലവായി എന്നതിനെക്കുറിച്ചൊരു പഠനം, അതിനുവേണ്ടി ഒരു SIT ഉണ്ടാക്കി പഠനം നടത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.